നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ റിയാലിറ്റി ഷോ ഗ്രീൻ കേരള എക്സ്പ്രസ്. പലതരം റിയാലിറ്റി ഷോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. മികച്ച ഗായകരെ കണ്ടെത്താൻ, മികച്ച നർത്തകനെ കണ്ടെത്താൻ, തടി കുറയ്ക്കുവാനും വധുവിനെ കണ്ടെത്താനും മറ്റും ഒരു പിടി റിയാലിറ്റി ഷോകൾ. എന്നാൽ ഏറെ പുതുമകളുമായാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇവിടെ മത്സരം വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് പഞ്ചായത്തുകൾ തമ്മിലാണ്. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മത്സരത്തിൽ അണിനിരക്കുന്നു. ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന സോഷ്യൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വിജയം വരിച്ച പദ്ധതികളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. സുസ്ഥിര വികസനത്തിന്റെ ഉത്തമമായ മാതൃകകളെ വികസിപ്പിച്ച പഞ്ചായത്തുകളെ കണ്ടെത്താനുള്ള മത്സരമാണിത്. കേരളവും ലോകവും ശ്രദ്ധിക്കേണ്ടുന്ന മാതൃകകൾ നിങ്ങളുടെ പഞ്ചായത്തിനുണ്ടോ? കാർഷിക ഭക്ഷ്യസുരക്ഷാ രംഗത്ത്, നീർത്തട ജലപരിപാലന രീതികളിൽ, ശുചിത്വ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജന കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ, സാമൂഹിക സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ, സമഗ്ര പാർപ്പിട പദ്ധതിയിൽ, ഗ്രാമസഭയിലെ വമ്പിച്ച ജനപങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തദ്ദേശീയമായി നിങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ മറ്റു പദ്ധതികളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. ഹരി, വിജയം വരിച്ച പദ്ധതികളെക്കുറിച്ച് പഞ്ചായത്തുകൾ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? ഇന്ദു, രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ അറിയിക്കേണ്ടത്. ഒന്ന്, 8 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയയ്ക്കുക. ഇതോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യാവലി വിശദമായി പൂരിപ്പിച്ച് ഞങ്ങൾക്ക് എത്തിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാനുള്ളതാണ്. അതിനാൽ DV അല്ലെങ്കിൽ മിനി DV ഫോർമാറ്റിലാകണം വീഡിയോ തയ്യാറാക്കേണ്ടത്. വീഡിയോ ലഭിക്കേണ്ട അവസാന തീയതി 2009 ഡിസംബർ 31. നിങ്ങൾ പൂരിപ്പിച്ചയച്ച ചോദ്യാവലിയുടെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ ജൂറി പഞ്ചായത്തുകളെ വിലയിരുത്തുന്നു. ഇപ്രകാരം 180 പഞ്ചായത്തുകൾ പ്രാഥമിക ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ഷോയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു മത്സരമാണ്. ജൂറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന പഞ്ചായത്തുകളെ 3 മേഖലകളിലായി നടക്കുന്ന റിയാലിറ്റി ഷോയുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായ ജൂറികളും അതിഥികളും അണിനിരക്കുന്ന വേദികൾ നിങ്ങൾക്ക് മത്സരിക്കാം. ഒരു പഞ്ചായത്തിന് അരമണിക്കൂർ വരെ അവതരണ സമയം നൽകും. അതിനുള്ളിൽ ദൃശ്യരൂപത്തിലോ വ്യക്തികളുടെ അവതരണത്തിലൂടെയോ പഞ്ചായത്തിന് നേട്ടങ്ങൾ അവതരിപ്പിക്കാം. ഒപ്പം ജൂറിയും അതിഥികളും പ്രേക്ഷകരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി കൂടി പരിഗണിച്ചാണ് മാർക്കിടുക. ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോയിലൂടെ ഏറ്റവും നല്ല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ഓരോ ദിവസവും സുസ്ഥിര വികസനത്തിന്റെ മാതൃകകൾ വികസിപ്പിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ആശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും സമ്മാനങ്ങൾ നൽകും. നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരം വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ആശയങ്ങൾ തുടങ്ങിയവയെപ്പറ്റി വിശദമായി ഞങ്ങളെ അറിയിക്കുമല്ലോ. അപ്പോൾ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന വീഡിയോയും പൂരിപ്പിച്ചയക്കുന്ന ചോദ്യാവലിയും ഏറെ പ്രധാനപ്പെട്ടതാണല്ലേ? തീർച്ചയായും. പഞ്ചായത്തുകൾക്ക് വീഡിയോ നിർമ്മിക്കാൻ സഹായകമാകുന്ന തരത്തിൽ ഗ്രീൻ കേരള എക്സ്പ്രസ് ടീം തയ്യാറാക്കിയ മാതൃകാ വീഡിയോ നമുക്ക് കാണാം. പടിഞ്ഞാറ് കുട്ടനാടൻ പാടശേഖരങ്ങളും കിഴക്ക് മുണ്ടകപ്പാടങ്ങളുമായി അതിമനോഹരമായ കാർഷിക ഗ്രാമമാണ് ആദർശപുരം. ജീവിതത്തിന്റെ സകല മേഖലകളിലും കൃഷിയെ ആശ്രയിക്കുന്ന ഒരു ജനസമൂഹം അധിവസിക്കുന്ന പ്രദേശം. മണ്ണിൽ വിത്തെറിഞ്ഞ് ജീവിതം കൊയ്തെടുക്കുന്ന ആദർശപുരം പഞ്ചായത്തുകാർക്ക് കൃഷി ജീവിതം തന്നെയാകുന്നു. ഈ വിതയും കൊയ്ത്തുമാണ് ആദർശപുരം പഞ്ചായത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിദാനം. കൃഷിയോടൊപ്പം അനുബന്ധ മേഖലകളിൽ നിന്നുള്ള വരുമാനവും ഞങ്ങളുടെ ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കി. എന്നാൽ കാർഷിക മേഖലയിലുണ്ടായ തകർച്ച ഞങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. വെള്ളമില്ലാത്തതിനാൽ പാടങ്ങൾ ഉണങ്ങി വരണ്ടു. മുണ്ടകപ്പാടങ്ങൾ തരിശുനിലങ്ങളായി. കരകൃഷിയും ഇടവിള കൃഷികളും കർഷകർ പാടേ ഉപേക്ഷിച്ചു. കുടിവെള്ളത്തിന്റെ കാര്യത്തിലും ഞങ്ങൾ ദുരിതമനുഭവിക്കാൻ തുടങ്ങി. ഇതിന്റെ ആഘാതങ്ങൾ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഒരു കൂട്ടായ ചർച്ച ആരംഭിച്ചത്. ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ സംഘടനകൾ, ഒപ്പം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിൽ ഭാഗഭാക്കായി. കാർഷിക കുടിവെള്ള മേഖലയിലെ ജലലഭ്യത കുറവാണ്
പഞ്ചായത്ത് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഇത് പരിഹരിക്കുന്നതിനായി വിവിധ വഴികൾ ഞങ്ങൾ ആലോചിച്ചു. നീർത്തടാധിഷ്ഠിത വികസന പ്രക്രിയയിലൂടെ മാത്രമേ പഞ്ചായത്തിന്റെ സുസ്ഥിര വികസനം സാധ്യമാവൂ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ കാർഷിക സംസ്കൃതിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇവിടുത്തെ നീർത്തടങ്ങളും നീർച്ചാലുകളുമാണ്. വെള്ളം സുലഭമായി കിട്ടുന്ന ഒട്ടനവധി ജലസ്രോതസ്സുകളാൽ അനുഗ്രഹീതമാണ് ആദർശപുരം പഞ്ചായത്ത്. 50-ലധികം പൊതുകുളങ്ങളും 112 സ്വകാര്യ കുളങ്ങളുമായി 162 നീർത്തടങ്ങൾ ആദർശപുരത്തിന് സ്വന്തമായുണ്ട്. കിലോമീറ്ററുകളോളം നീളുന്ന ചെറുതും വലുതുമായ തോടുകൾ, നീർത്തടങ്ങളോടനുബന്ധിച്ച് അനേകം നീർച്ചാലുകൾ, പൊതുവായും സ്വകാര്യ ഉടമസ്ഥതയിലുമായി 5000 കിണറുകൾ, 100-ലധികം കുഴൽക്കിണറുകൾ. ഈ വിധം ആദർശപുരം പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകൾ നിരവധിയാണ്. വർഷകാലം മുഴുവൻ യഥേഷ്ടം ലഭിക്കുന്ന മഴയും ഇവിടം ജലസമൃദ്ധമാക്കുന്നു. എന്നാൽ ഈ ജലസ്രോതസ്സുകൾക്കെല്ലാം കാലാന്തരേണ നശീകരണം സംഭവിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ജലക്ഷാമം അനുഭവപ്പെടാൻ കാരണമായി. പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ നീർത്തടങ്ങളും തോടുകളും നീർച്ചാലുകളും നവീകരിക്കുന്നതിന് ഞങ്ങൾ നേതൃത്വം നൽകി. സ്വന്തം നാടിന്റെ വികസനത്തിന് ഒരു ജനത മുന്നിട്ടിറങ്ങുന്ന അപൂർവമായ കാഴ്ചയായിരുന്നു അത്. വീട്ടമ്മമാർ, യുവാക്കൾ, അഭ്യസ്തവിദ്യർ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി പഞ്ചായത്ത് മുഴുവൻ ഇതിൽ ഭാഗഭാക്കായി. പങ്കാളിയായവർക്കൊക്കെ അവരുടെ തൊഴിലിനനുസരിച്ച് വേതനം നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. വികസന പ്രവർത്തനങ്ങളെ ആഴ്ചയിലൊരിക്കൽ വിലയിരുത്തുകയും പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സർവകലാശാല ഗവേഷകർ, മണ്ണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർ വികസന പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ പകർന്നു. ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ജലലഭ്യതയിൽ സ്വയം പര്യാപ്തമാണ്. കാർഷിക കുടിവെള്ള മേഖലയിലാകെ ജലസേചനം സുഗമമായി നടക്കുന്നു. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന ജലം മറ്റ് പഞ്ചായത്തുകൾക്ക് കൂടി ഞങ്ങൾ വിതരണം ചെയ്യുന്നു. ഒപ്പം അമൂല്യമായ ഈ ജലസമ്പത്തിന്റെ വിനിയോഗത്തിലും ഞങ്ങൾ ഏറെ കരുതലോടെയാണ് നീങ്ങുന്നത്. ഉറച്ച കാൽവയ്പുകളോടെ സമൃദ്ധിയിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക് ഒരു പഞ്ചായത്ത് നടന്നെടുക്കുകയാണ്. ഈ നിർമ്മാണ പ്രക്രിയയിൽ ഞങ്ങൾ എല്ലാവരും കർമ്മനിരതരാണ്. ഈ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളിലും ഇന്ന് ദൃശ്യമാണ്. സുസ്ഥിര വികസനത്തിന്റെ നാൾവഴിയിൽ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഒരു നാഴികക്കല്ലാവുമ്പോൾ ജലലഭ്യതയിൽ സ്വയം പര്യാപ്തമായ പഞ്ചായത്ത് എന്ന് ലോകഭൂപടത്തിൽ ആദർശപുരത്തെ രേഖപ്പെടുത്തും. ഈ വീഡിയോ ഒരു മാതൃക മാത്രമാണ്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഏറെ പുതുമകളോടെ കാര്യങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ നിങ്ങൾക്ക് വീഡിയോ തയ്യാറാക്കാം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5:05 രാത്രി 8:30 ഈ പരിപാടി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഗ്രീൻ കേരള എക്സ്പ്രസ്, സീഡിറ്റ്, ഗോർക്കി ഭവൻ, വാൻഡ്രോസ് ജംഗ്ഷൻ, തിരുവനന്തപുരം 34. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0412330081. അപ്പോൾ നമ്മൾ ഇനിയും കാണും ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോ വേദികളിൽ. അന്ന് ഞങ്ങൾ മാത്രമല്ല, കൂടെയേറെ അതിഥികളും ഉണ്ടാവും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. നമസ്കാരം.